ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലൈബ്രറി കൗൺസിൽ ക്വിസാണ്. അപ്പോൾ 2025 ലൈബ്രറി കൗൺസിൽ ക്വിസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഉത്തരം തിരുവിതാംകൂർ സർവകലാശാലയാണ്. മലയാളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏതാണ്? ഉത്തരം ഒരു വിലാപം. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമാണ് ഒരു വിലാപം. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഭാരത പര്യടനം എന്ന പ്രശസ്ത നിരൂപണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഭാരത പര്യടനം എന്ന പ്രശസ്ത നിരൂപണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാറാണ് ഭാരത പര്യടനം എന്ന പ്രശസ്തമായ നിരൂപണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. കൂട്ടുകാരെ, ഓരോ ചോദ്യങ്ങൾ ഞാൻ വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവലേത്? ഉത്തരം അവകാശികളാണ്. ഇന്ത്യൻ ഭാഷകളിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്നത് അവകാശികൾ. നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഉണ്ണായി വാര്യറാണ്. നളചരിതം ആട്ടക്കഥയുടെ കർത്താവാണ് ഉണ്ണായി വാര്യർ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം നോക്കൂ, ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ്? ഉത്തരം നോക്കൂ, കുമാരനാശാനാണ്. ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? കുമാരനാശാൻ. മലയാളം ആദ്യമായി അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? നല്ലൊരു ചോദ്യമാണ്. മലയാളം ആദ്യമായി അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം അറിയാമോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ശരിയായിട്ടുള്ള ഉത്തരം ആംസ്റ്റർഡാം. ആദ്യമായി മലയാളം അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ വച്ചാണ്. ചെങ്ങമ്പുഴയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം തുടിക്കുന്ന താളുകൾ. ചെങ്ങമ്പുഴയുടെ ആത്മകഥയുടെ പേരാണ് തുടിക്കുന്ന താളുകൾ. വിശുദ്ധിയുടെ കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിതകളെയാണ്? ആരുടെ കവിതകളെയാണ്? അറിയാമോ? ഉത്തരം ബാലാമണി അമ്മയുടെ കവിതകളെയാണ് വിശുദ്ധിയുടെ കവിത എന്ന് വിശേഷിപ്പിക്കുന്നത്. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ജീവിതപാത എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത എന്നത്. EMSൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥയുടെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. EMSൻ്റെ ആത്മകഥയുടെ പേര്. ഉത്തരം ആത്മകഥ. EMSൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നു തന്നെയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരുടെ തൂലികാനാമമാണ് ശ്രീ?
ആരുടെ തൂലികാനാമമാണ് ശ്രീ? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ആരുടെ തൂലികാനാമമാണ് ശ്രീ? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എസ് കെ പൊറ്റക്കാടിൻ്റെ ശരിയായ പേരെന്താണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? ഉത്തരം നോക്കൂ, ശങ്കരൻകുട്ടി. എസ് കെ പൊറ്റക്കാടിൻ്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? ശങ്കരൻകുട്ടി എന്നാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഓക്കെ, അടുത്ത ചോദ്യം. കേരള പഴമ രചിച്ചത് ആരാണ്? കേരള പഴമ രചിച്ചത്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടാണ് കേരള പഴമ രചിച്ചത്. മാധവിക്കുട്ടിയുടെ ആത്മകഥ എന്താണ്? മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം എൻ്റെ കഥ. മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ കഥ. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമ ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമ ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമയാണ് ഭാർഗവീ നിലയം. മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര നാടകം? മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര നാടകം ഏതാണ്? ഉത്തരം നോക്കൂ, കല്യാണി നാടകം. ഉത്തരം കല്യാണി നാടകം. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ്? ഉള്ളൂർ രചിച്ച മഹാകാവ്യം? ഉത്തരം നോക്കൂ, ഉമാകേരളം. ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാകേരളം. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ കവി ആരാണ്? മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ കവി ആരാണ്? ഉത്തരം കുമാരനാശാനാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയത് കുമാരനാശാനാണ്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി? മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി ആരാണ്? ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി? ഉത്തരം കുഞ്ചൻ നമ്പ്യാരാണ്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ചെങ്ങമ്പുഴ എഴുതിയ ഒരേ ഒരു നോവൽ ഏതാണ്? ചെങ്ങമ്പുഴ എഴുതിയ ഒരേ ഒരു നോവൽ? ഉത്തരം കളിത്തോഴിയാണ്. കളിത്തോഴി എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ആരാണ്? ചെങ്ങമ്പുഴ. വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏതാണ്? വള്ളത്തോൾ രചിച്ച മഹാകാവ്യം? ഉത്തരം ചിത്രയോഗം. വള്ളത്തോൾ രചിച്ച മഹാകാവ്യമാണ് ചിത്രയോഗം. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം നോക്കൂ, വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. അദ്ദേഹമാണ് കേരള തുളസീദാസൻ എന്ന് അറിയപ്പെടുന്നത്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച ആദ്യത്തെ തുള്ളൽ കൃതി? കുഞ്ചൻ നമ്പ്യാർ രചിച്ച ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. ഏതാണ്? കല്യാണ സൗഗന്ധികം. കേരളത്തിലെ ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്? ഉത്തരം MT വാസുദേവൻ നായർ. കേരളത്തിലെ ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര്? സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം PK നാരായണ പിള്ള. ആരാണ്? PK നാരായണ പിള്ള. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? എൻ്റെ നാടുകടത്തൽ? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. അപ്പോൾ കൂട്ടുകാരെ, ലൈബ്രറി കൗൺസിൽ ക്വിസാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ആവശ്യമെന്നത് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.